ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ലോയിങ് വിത്ത് സോനിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു റെസിപ്പി ഷെയറിംഗ് വ്ളോഗാണ് കേട്ടോ. റെസിപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കല്ലേ വലിയ എന്തോ സംഭവമാണെന്ന്. ഇതൊരു വളരെ സിമ്പിൾ, വളരെ ഈസി എന്നാൽ അത്രയും തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസേർട്ടാണ്. ഓക്കെ, ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മഞ്ജു അമ്മ. ഓക്കെ, ദാറ്റ് മീൻസ് അറിയാൻ വയ്യാത്തവർക്ക് ജോപ്പിയുടെ അമ്മയാണ് മഞ്ജു അമ്മ. അപ്പം അമ്മ ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയത്ത് ഒരു പ്രാവശ്യം പുഡിംഗ് ഉണ്ടാക്കി. അപ്പം ഞാൻ ഈ പുഡിംഗ് കഴിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പം അമ്മ എന്ത് ചെയ്തു, ഒന്നുകൂടെ ഉണ്ടാക്കി. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് എന്നോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ആണ് ഉണ്ടാക്കിയത്. അപ്പം ഞാനത് കണ്ട് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് വളരെ സിമ്പിളാട്ടോ. അപ്പോൾ അത് പറഞ്ഞു തന്ന രീതിയൊക്കെ കണ്ടു വെച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ കുറേ തവണയായിട്ടുണ്ടാക്കി. ഓരോ തവണയും ഭയങ്കര ഡിമാൻഡാണ് നമ്മുടെ വീട്ടിൽ. എനിക്കും ജോപ്പിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന്. കാര്യമായിട്ടും പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് നല്ലൊരു ഇഷ്ടപ്പെടും. ഈ ഒരു പുഡിംഗ് എന്ന് പറയുമ്പം ഒത്തിരി സമയമൊന്നും എടുക്കുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ്സിനകത്ത് കാര്യം മൊത്തം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ആ ഒരു സെറ്റിംഗ് അപ്പ് ടൈം ഉണ്ടല്ലോ, അതൊരു 2-3 അവേഴ്സ് പിടിക്കുമായിരിക്കും കേട്ടോ. അത് നമ്മൾ എത്ര ഫ്രിഡ്ജിൽ വെച്ച് എത്ര തണുപ്പിച്ച് കഴിക്കുന്നോ അത്രയും ടേസ്റ്റിയാണ്. ആൻഡ് ഇതിൽ ഏറ്റവും കോംപ്ലിമെൻറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്ലേവർ എന്താണെന്ന് ചോദിച്ചാൽ കോഫിയും പൈനാപ്പിളും കൂടെ വരുമ്പോഴാണ് ആ ഒരു ബ്ലെൻഡാണ് ഏറ്റവും നന്നായിട്ട് ഹിറ്റാവുന്നത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും അത് കൈമാറി തരുവാണ്. അപ്പം നിങ്ങളും അത് ഡെഫിനറ്റ്ലി ഈ വീഡിയോ കണ്ട് ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ. അത് ഇതുപോലത്തെ നല്ല നല്ല കുഞ്ഞു 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 റെസിപ്പീസും എനിക്ക് ഭയങ്കര പണ്ടേ ഡിസേർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഡിസേർട്ട്സിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. സോ സ്റ്റേ ട്യൂൺഡ്. ഈ ഒരു പുഡിംഗ് ഭയങ്കര ഈസി ആയതുകൊണ്ട് തന്നെ, ദാറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു പ്രിപ്പയർ ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ചില ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്കിതിന് വേണ്ടിയതായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഗ്രാബ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് പൈനാപ്പിൾ ചങ്ക്സ് ആണ് വേണ്ടിയത്. ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ടിൻസ് ആണ് യൂസ് ചെയ്യാറ്. ഇനി അല്ലാതെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുമെങ്കിൽ അതായാലും മതി. ഓക്കെ, പിന്നെ ക്രീം വേണം. ക്രീം ഇപ്പം നമ്മുടെ ആവശ്യം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഡബിൾ ക്രീം വേണമെങ്കിൽ അങ്ങനെ, ലൈറ്റ് ക്രീം ആണെങ്കിൽ അതങ്ങനെ. പിന്നെ വേണ്ടിയത് വാനില എസൻസ് ആണ്. ആൻഡ് ദെൻ നമുക്ക് ടീ ബിസ്ക്കറ്റ്സ് വേണം കേട്ടോ. അപ്പോൾ മാരി ബിസ്ക്കറ്റ്സ് പോലത്തെ മാരി ബിസ്ക്കറ്റ്സ് കിട്ടിയ അങ്ങനെ, അല്ലെങ്കിൽ ടീ ബിസ്ക്കറ്റ്സ്. പിന്നെ അത് കൂടാതെ നമുക്ക് വേണ്ടിയ ഒരു കാര്യമാണ് കോഫി പൗഡർ. ഓക്കെ, സോ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പുഡിങ്ങിന് നമുക്ക് എടുക്കുന്ന സമയം 10 to 15 മിനിറ്റ്സ് ആണ് കേട്ടോ, എല്ലാം കൂടെ ചെയ്ത് തീർക്കാനായിട്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാനിലേക്ക് ആ പൈനാപ്പിൾ ചങ്ക്സ് എല്ലാം കൂടി എടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം നമുക്ക്. ഞാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്, കാരണം ഈ പൈനാപ്പിളിന് വലിയ സ്വീറ്റ്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗറൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് എത്ര ആഡ് ചെയ്യണം എന്ന്. കാരണം വേറെ ക്രീം ലെയറിലാണെങ്കിലും ബിസ്ക്കറ്റ് ലെയറിലാണെങ്കിലും നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അപ്പം സ്വീറ്റ്നെസ് എത്രയാണോ വേണ്ടി അത് ഈ പൈനാപ്പിളിൻ്റെ അകത്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഷുഗർ ആഡ് ചെയ്തല്ലോ, അപ്പോൾ ഷുഗർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പൈനാപ്പിളിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങുമേ. അപ്പോൾ അത് വറ്റി ഈ പറയുന്ന കാരമലൈസ്ഡ് ആയി വരണം. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. ആ ടൈം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ലെയറിനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ലെയർ എന്ന് പറയുമ്പോൾ ക്രീം ലെയറാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു മിക്സർ ജാറിലേക്ക് ഈ പറയുന്ന ക്രീം എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന 2 ലൈറ്റും ഒരു ഡബിൾ ക്രീമുമാണ്. നമ്മുടെ ഇഷ്ടം കേട്ടോ, നമുക്ക് ഏത് ക്രീം വേണം, ദാറ്റ് ഈസ് ഫുൾ ക്രീം വേണോ അതോ ലൈറ്റ് ക്രീം വേണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ ക്രീം എല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അടുത്ത എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുറച്ച് വാനില എസൻസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലെയർ. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ലെയർ.
ഞാൻ ഇത്രയും ക്രീം ആഡ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. സാധാരണ രീതി ഒരു കണ്ടെയ്നർ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. പക്ഷേ ഞങ്ങളത് കഴിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, നന്നായിട്ട് അങ്ങ് കഴിച്ചെന്ന് ആ ഒരു ഫീൽ കിട്ടത്തില്ല, പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നന്നായിട്ട് കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ക്രീം എടുത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ എമൗണ്ട് കൂടുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കാര്യങ്ങൾ കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യുക. ഓക്കെ. പൈനാപ്പിൾ ഒന്ന് നന്നായിട്ട് കാരമലൈസ് ആയി വരുന്ന നേരം കൊണ്ട് ഞാൻ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ കാണിക്കാനാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ എനിക്ക് നല്ല ലെങ്തി ഹെയർ ഉണ്ടായിരുന്നു. ഇപ്പം കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുടി മാനേജ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിട്ട് തോന്നിയോണ്ട് ഞാൻ പോയി ചോപ്പ് നല്ലതായിട്ടങ്ങ് ഷോർട്ടാക്കി. അപ്പോൾ ഇതാണ് എൻ്റെ ന്യൂ ഹെയർ സ്റ്റൈൽ. ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് സെക്ഷനിൽ പറയണേ. നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ ലെയറാണ്, ആൻഡ് ദാറ്റ് ഈസ് ബിസ്ക്കറ്റ് ലെയർ. ഓക്കെ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ലെയർ വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള ടീ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ മാരി ബിസ്ക്കറ്റ്സ് എന്താണോ അവൈലബിൾ അത് നമ്മൾ ഈ പറയുന്ന കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ലെയർ സെറ്റപ്പ് ചെയ്യണം. എനിക്ക് ബിസ്ക്കറ്റ് ലെയർ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 1 അല്ല 2 അല്ല 3 ലെയറാക്കി, ദാറ്റ് ഈസ് 3 ബിസ്ക്കറ്റ് ലെയർ വെച്ചിട്ടാണ് ഞാൻ പിന്നെ അടുത്ത ലെയർ ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പം എപ്പോഴും ഓർത്തോണം, നമ്മുടെ കോഫി മിക്സ്ചർ ഉണ്ടല്ലോ, കോഫി ഉണ്ടാക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക, എന്നിട്ട് കുറച്ച് വാം വാട്ടർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ല കടുപ്പത്തിൽ വേണം കോഫി സെറ്റപ്പ് ചെയ്യാൻ. അപ്പോഴാണ് ആ ബിസ്ക്കറ്റിൽ ആ കോഫിയുടെ ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുക. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ബേസ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബിസ്ക്കറ്റ് ലെയർ കുറച്ച് തിക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് പൈനാപ്പിൾ ദേ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലെയർ. ഇനി അടുത്തതായി നമ്മുടെ ടോപ്പ് ലെയറാണ്, ആൻഡ് ദാറ്റ്സ് ദ ക്രീം ലെയർ. ഓക്കെ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ക്രീം മിക്സ് ഇവിടെ ഫുള്ളി എന്താ പറയുന്നത് പോർ ചെയ്യുക. ആൻഡ് ഈ ഒരു പുഡിംഗ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യേണ്ടി വരും, മിനിമം ഒരു 5 to 6 hours. ഓക്കെ.
ഞാൻ ആക്ച്വലി ഈ പുഡിംഗ് സാറ്റർഡേ ഈവനിങ്ങിലാണ് റെഡിയാക്കുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. നെക്സ്റ്റ് ഡേ, അതായത് സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുഡിംഗ് എടുത്തത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. ഈ ഒരു എന്താ പറയുക, പുഡിംഗ് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ആൻഡ് ഏറ്റവും കോംപ്ലിമെൻറ്റിങ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ബ്ലെൻഡ് ഓഫ് കോഫി ആൻഡ് പൈനാപ്പിളിൻ്റെ ഫ്ലേവേഴ്സാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്യണം. ആൻഡ് എങ്ങനെ തോന്നി, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഡെഫിനറ്റ്ലി ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, take care, God bless, and bye now.